അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവ് പിടിയിൽ. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിനാണ് പിടിയിലായത്. ഇയാളുടെ കൂട്ടാളി ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യുവിനെയും പോലീസ് പിടികൂടി. കുന്നത്തൂർ സ്വദേശിനിയാണ് വഞ്ചിക്കപ്പെട്ടത്. ഇയാൾക്ക് 2 വിവാഹങ്ങളിലായി 4 കുട്ടികളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മൂന്നാമതും വിവാഹം കഴിച്ച യുവാവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറിയത്. ഇയാൾക്ക് 2 ഭാര്യമാരിലായി 4 കുട്ടികളുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി റെജിൻ ഇയാളുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പലതവണ യുവതിയുടെ വീട്ടിലെത്തിയ ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി ജിജോ മാത്യു എന്നിവരാണ് പിടിയിലായത്. കുന്നത്തൂർ സ്വദേശിനിയായ 22-കാരിയാണ് വഞ്ചിക്കപ്പെട്ടത്. യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ മാളിൽ ജീവനക്കാരിയാണ്. റെജിൻ അവിടെ തന്നെ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ്. അവിവാഹിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയുമായി അടുപ്പത്തിലായ ഇയാൾ അവരുടെ വീട്ടുകാരുമായും ബന്ധം സ്ഥാപിച്ചു. ആഡംബര വാഹനത്തിൽ ഉൾപ്പെടെ വീട്ടിലെത്തി സമ്പന്നനാണെന്ന് ബോധ്യപ്പെടുത്തി. ഒടുവിൽ വിവാഹാഭ്യർത്ഥനയുമായി വീട്ടിലെത്തി. രക്ഷിതാക്കൾ വിദേശത്താണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. യുവതിയുടെ താല്പര്യപ്രകാരം വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചു. ഞായറാഴ്ച പ്രദേശത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി. ചടങ്ങിൽ ബന്ധുക്കൾ എത്താത്തതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് കാരണം പറഞ്ഞ് തടി തപ്പി. വിവാഹശേഷം വധുവുമായി കണ്ണനല്ലൂരിലെ വാടക വീട്ടിലേക്ക് പോയി. നിലവിൽ റെജിനൊപ്പം താമസിച്ചിരുന്ന 2ാം ഭാര്യ വിവരമറിഞ്ഞ് കുട്ടികളുമായി ഇവർകാലയിലെത്തി. ഇവർ നടത്തിയ അന്വേഷണത്തിൽ ഭർത്താവിന്റെ 3ാം വിവാഹം സ്ഥിരീകരിച്ചു. അവർ വീട്ടുകാരെയും ശാസ്താംകോട്ട പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ബന്ധു മരിച്ചെന്നും അടിയന്തരമായി വീട്ടിലെത്തണമെന്നും പറഞ്ഞ റെജിനെയും യുവതിയെയും നാട്ടിലെത്തിച്ചു. വീട്ടിലെത്തിയപ്പോൾ പന്തികേട് തോന്നിയ യുവാവ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറുകയായിരുന്നു. ഇതിനിടെ റെജിനൊപ്പം വന്ന് പുത്തൂരിലിറങ്ങിയ സുഹൃത്ത് ജിജോ മാത്യു ഇവരെ കാണാതിരുന്നതിനാൽ ഓട്ടോറിക്ഷയിൽ രാത്രി യുവതിയുടെ വീട്ടിലെത്തി. കാത്തിരുന്ന നാട്ടുകാർ അയാളെയും പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.